ഈയിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾക്കൊക്കെ ഒരു പരിധി വരെ കാരണം നല്ലൊരു സുഹൃത്തില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഭർത്തൃ പീഡനവും അതുപോലെ സ്ത്രീധന പ്രശ്നവും ഒക്കെ തന്നെയാണ്. എന്നാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഇനി കോണ്ടാക്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ്. നമുക്ക് സന്തോഷം വരുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സും നമ്മൾ കൂടെ ഉണ്ടാവും. എന്നാൽ നമുക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാൽ എത്ര ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഓണത്തിനും വിഷുവിനും ഈദിനും ക്രിസ്മസിനും ഒക്കെ വിഷസ് അയക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാകും. എന്നാൽ നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒന്ന് മെസ്സേജ് അയച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കോൾ ചെയ്തില്ലെങ്കിൽ തിരിച്ച് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എന്ത് പറ്റിയടോ എന്ന് ചോദിക്കാൻ പറ്റിയ എത്ര ഫ്രണ്ട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ നമ്മളോട് കൂടെ എന്നും ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ഫ്രണ്ടിന് തുല്യമാണ് 100 കണക്കിന് ഈ വിഷസ് അയക്കുന്ന ഫ്രണ്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പല ആത്മഹത്യകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സുഹൃത്തിനോട് പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സമാധാനം കിട്ടും. അതുപോലെ ഒരുപക്ഷെ അവർക്ക് അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് 100% ആത്മഹത്യകളും എന്ന് ഞാൻ പറയില്ല. എന്നാലും ഒരുപാട് ആത്മഹത്യകൾ നടക്കാനുള്ള കാരണം ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഇല്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.